ആരാധകരുടെ എണ്ണം കൊണ്ടും ഏക്കത്തുകയുടെ കാര്യത്തിലും കേരളത്തിലെ ഏറ്റവും മുൻപന്തിയിലുള്ള കൊമ്പൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ ഉണ്ടാകൂ. അത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന പേരായിരിക്കും. രാമൻ്റെ തലപ്പൊക്കവും അഴകും തന്നെയാണ് ഇതിനെല്ലാം കാരണം. ഒരു ഉത്സവത്തിന് എഴുന്നള്ളിക്കാൻ ആനയെ കൊണ്ടുവരുന്ന ചിലവത്രയെന്ന് അധികമാരും പുറത്തുവിടാറില്ല. താരപരിവേഷമുള്ള കൊമ്പന്മാർക്ക് മോഹവിലയാണ്. ഗുരുവായൂർ പത്മനാഭനെ നെന്മാറ വല്ലങ്ങിവേലയ്ക്ക് 15 വർഷങ്ങൾക്ക് മുൻപ് 2,22,222 രൂപയ്ക്ക് കൊണ്ടുവന്നതാണ് പുറത്തുവന്ന ആദ്യ റെക്കോർഡ് ഏക്കം. ഇപ്പോൾ അതെല്ലാം പഴങ്കഥ. രാമന് വേണ്ടി കഴിഞ്ഞ വർഷം ചാവക്കാട് വിശ്വനാഥ ക്ഷേത്രോത്സവത്തിന് പുഞ്ചിരി പൂരാഘോഷ കമ്മിറ്റി മുടക്കിയത് 6,75,000 രൂപയാണ്. ഇപ്പോൾ തിരക്കുള്ള ദിവസങ്ങളിൽ രാമനെ കിട്ടാൻ ലേലം വിളിയാണ്. ഇത്തവണ കോട്ടുകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിന് എഴുന്നള്ളിപ്പിനായി 7,30,000 രൂപയാണ് മുടക്കിയത്. എന്തുകൊണ്ടാണ് ഈ ആനയ്ക്ക് ഇത്ര ഡിമാൻഡ് എന്ന് ചോദിക്കുന്നവരുണ്ട്. അതിനുള്ള ഉത്തരം ഇതാണ്. പ്രധാനപ്പെട്ട കാരണം രാമൻ്റെ ഭംഗി തന്നെയാണ്. അതായത് ഇപ്പം എല്ലാ ആനകളും ലക്ഷണമൊത്തത് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ രാമനെ സംബന്ധിച്ച് നഖങ്ങളാണെങ്കിലും തുമ്പിക്കൈയാണെങ്കിലും അവൻ്റെ ശരീരഭംഗിയാണെങ്കിലും എല്ലാം കൊണ്ടും നമുക്കൊരു കുറ്റം പറയാൻ തോന്നില്ല. അത്രയും ലക്ഷണമൊത്ത ആന. അതാണ് പ്രധാനപ്പെട്ട കാരണം. ഇത്രയധികം പഴി കേട്ട ഒരു ആന വേറെ ഇല്ല. ഇത്രയധികം വിലക്കുകൾ ഉണ്ടായിട്ടുള്ള ഒരു ആന വേറെ ഇല്ല. അപ്പം അതെല്ലാം രാമനോടുള്ള ആളുകളുടെ ഇഷ്ടം കൂട്ടിയിട്ടേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏക്കത്തുക മാത്രമല്ല 7 ലക്ഷം. ക്ഷേത്രത്തിലേക്കുള്ള വഴിപാടും പരിപാലന ചിലവും എല്ലാം ഉൾപ്പെടുത്തിയാണ് ഈ തുക. റെക്കോർഡുകൾ തിരുത്തുകയാണ് തെച്ചിക്കോട്ടുകാവിലെ ഈ കൊമ്പൻ എപ്പോഴും. തിരക്കുള്ള ദിവസങ്ങളിൽ ഇനിയും രാമൻ്റെ ഡിമാൻഡ് കൂടുകയേ ഉള്ളൂ. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.